ഹലോ ഗൈസ്, ഇത് കണ്ടോ? ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാളംപുളി എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്ക് വാളംപുളി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് തോടോടുകൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ കൊണ്ടുവന്ന് പൊളിച്ച് കുത്തിയെടുത്ത് അതിൻ്റെ അരി കളഞ്ഞ് എടുക്കാമെന്ന് കരുതി. അവിടെ അവർ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുവാണെങ്കിൽ എനിക്കൊരു വീഡിയോയും ആകുമല്ലോ. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോവുകയാണ്. ഇച്ചിരി മെനക്കെട്ട പണിയാണിത്. നല്ല പുളിയാണ്. ഇതിൻ്റെ അകത്തെ അത് കണ്ടോ, ഞാൻ കുത്താനായിട്ടുള്ളത് എടുത്തുകൊണ്ട് വന്നു. ആദ്യം ഇതിൻ്റെ തോട് കളയണം, എന്നിട്ട് ഈ സൂചി കൊണ്ടാണ് കുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വാളംപുളി കുത്തിയെടുത്ത് ആദ്യം ഇത് പൊട്ടിക്കണം. പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം വൃത്തിക്ക് എടുത്ത് വെച്ചിട്ട് കുത്തണം. വീട്ടിലെ അമ്മയൊക്കെ പറയും, മക്കളെ അതൊന്ന് ചെയ്തു തരാമോ, ഇതൊന്ന്. ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളങ്ങ് കളിയല്ലേ. അമ്മ തന്നെ ഇരുന്നാണ് കൂടുതലും ഇത് എടുക്കുന്നത്. ഇതിനകത്ത് വായിലിടാൻ തോന്നുന്നു, കൊതി വരുന്നുണ്ട്. ഉണ്ടോ? ഒന്ന് കഴിച്ച് നോക്കിയാൽ. ഇത് വെച്ചുള്ള ചമ്മന്തി. രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ മുട്ട പൊരിച്ചത്, അല്ലെങ്കിൽ മുട്ട ഇല്ലെങ്കിൽ മീൻ വറുത്തത്. മീൻ വറുത്തത് മസ്റ്റാണ്. മീൻ വറുത്തത്, ഒരു തോരന്, മെഴുക്ക് പുരട്ടിയൊന്നും ഇന്നും ഒന്നും കാണത്തില്ല. പിന്നെ ചമ്മന്തി ഈ പുളി വെച്ച് അരച്ച് തേങ്ങ വെച്ച് ഉള്ള ചമ്മന്തി. ഞങ്ങളന്ന് കുറേ പെൺപിള്ളേരുണ്ട്, എല്ലാവരും ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഒത്തിരി കറി ആവുകയും ചെയ്തു. കേട്ടോ, ഇതിനെക്കുറിച്ചൊന്നുകൂടെ പറയാം. പുളി നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇതിലെ തോട് മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ചിലരാണെങ്കിൽ ഇതെടുത്ത് ഇത് വെള്ളത്തിലിടും, അത്രയും പുളിയും കൂടെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അന്നത്തെ കറിക്ക് എന്തെങ്കിലും എടുക്കാനാണെങ്കിൽ. പണ്ട് പുളിങ്കുരു മേടിക്കാനും ആൾ വരുമായിരുന്നു. തമിഴന്മാരാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്.